ഈ ഒരു പദം ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. യൗമ ഇതിന്ന, അന്നേ ദിവസം എന്നാണ് അതിനർത്ഥം. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു പദം കാണാൻ കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതാണ് അന്നേ ദിവസം എന്നാണ് അതിനർത്ഥം. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ 2 സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ മീമിന് ഫത്ഹയാണ്, മീമിന് കെസ്റായിക്കൊണ്ട് യൗമി ഇതിൻ എന്ന് കാണാൻ കഴിയും. എന്താണ് യൗമി ഇതിൻ? സൂറത്ത് മആരിജിലെ 11-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്. ഇവിടെ യൗമി ഇതിന്നാണ്. ഇത് പറയാൻ കാരണം പല ആളുകളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇവിടെ തെറ്റ് സംഭവിക്കുന്നത് കേൾക്കാറുണ്ട്. കാരണം എപ്പോഴും പരിചയമുള്ള ഒരു പദമായതുകൊണ്ട് അത് യൗമ അല്ലെങ്കിൽ യൗം എന്ന് കാണുമ്പോഴേക്കും യൗമ ഇതിൻ പാരായണം ചെയ്ത് പോകാറുണ്ട്. പിന്നെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, യൗമ ഇതിനാണോ യൗമി ഇതിനാണോ? ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണുള്ളത്. ഒന്ന് സൂറത്തു മആരിജിലെ 11-ാമത്തെ വചനത്തിലും മറ്റേതേതാണ് എന്ന് അറിയുന്നവരെന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യുക.